നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 4. അങ്ങനെ ഇന്ന് മുതൽ നമ്മൾ പുതിയൊരു കലണ്ടർ മാസത്തിലേക്ക് എൻ്റർ ആവുകയാണ്. ഇന്ന് ഇന്ത്യയിൽ നിന്നും 4 സ്റ്റേറ്റുകളുടെയും കൂടാതെ ഒരു യൂണിയൻ ടെറിട്ടറിയിൽ നിന്നും സ്റ്റേറ്റ് ഇലക്ഷൻ റിസൾട്ടുകൾ വരാനുണ്ട്. അതായത് തമിഴ്നാടു, വെസ്റ്റ് ബംഗാൾ, കേരള, ആസാം കൂടാതെ യൂണിയൻ ടെറിട്ടറിയായ പോണ്ടിച്ചേരിയിൽ നിന്നും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഇലക്ഷൻ റിസൾട്ടും ഇന്നത്തെ ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ ഇടയുണ്ട്. എസ്പെഷ്യലി വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള റിസൾട്ട്. ഇനി വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് പുതിയ ഡെവലപ്മെന്റ്സുകളൊന്നും പിന്നീട് സംഭവിച്ചിട്ടുമില്ല. ആകെ US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെൻസിന്റെ ഭാഗത്തു നിന്നും സാമ്പത്തികമായ സമ്മർദ്ദം ചെലുത്തി ഇറാനെ അമേരിക്ക ശ്വാസം മുട്ടിക്കുകയാണെന്നും ഇതിനെ തുടർന്ന് ഇറാന്റെ ഭരണാധികാരികൾ ഒടുവിൽ US വഴങ്ങേണ്ടി വരുമെന്നുള്ള അഭിപ്രായമാണ് സ്കോട്ട് ബെൻസൺ പങ്കുവയ്ക്കുകയുമുണ്ടായത്. എന്നാൽ ഹോർമുസ് കടലിടുക്കിന് സമീപം വടക്കോട്ട് സഞ്ചരിക്കുകയായിരുന്ന ഒരു ബൾക്ക് കാരിയറിൽ ഒന്നിലധികം ചെറുകപ്പലുകൾ ആക്രമിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്തതായിട്ട് ബ്രിട്ടീഷ് സൈന്യത്തിന്റെ യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് സെന്റർ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അതല്ലാതെ വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള മറ്റുള്ള ഡെവലപ്മെന്റ്സുകൾ പുതുതായിട്ട് വന്നിട്ടുമില്ല. ഇനി മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ടാറ്റ ടെക്നോളജീസ്, ആർദി ഇൻഡസ്ട്രീസ്, ആദിത്യ ബിർള ക്യാപിറ്റൽ, അംബുജ സിമെന്റ്സ്, ഏതർ എനർജി, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ്, കമ്പ്യൂട്ടർ ഏജ് മാനേജ്മെന്റ് സർവീസസ്, CSB ബാങ്ക്, എക്സൈഡ് ഇൻഡസ്ട്രീസ്, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ജിന്ദാൽ സ്റ്റെയിൻലെസ്, ജ്യോതി ലാബ്സ്, KEI ഇൻഡസ്ട്രീസ്, മണപ്പുറം ഫൈനാൻസ്, പെട്രോനെറ്റ് LNG, ക്യൂസ് കോർപ്പ്, ശോഭ, ടാറ്റ കെമിക്കൽസ്, വോക്ഹാർട്ട് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് അവയുടെ ക്വാർട്ടർലി ഏർണിംഗ്സ് പ്രസിദ്ധീകരിക്കും. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം ഇന്ന് നിഫ്റ്റിക്ക് 24,350 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ തുടർന്ന് 24,600 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം സാധ്യമാവുകയുമുള്ളൂ. അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ കൺസോളിഡേഷനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവുകയുമില്ല. എന്നാൽ അതേസമയം 23,800 എന്ന ലെവൽ ഇമ്മീഡിയറ്റ് മാത്രമല്ല ക്രൂഷ്യൽ സപ്പോർട്ട് ഏരിയ കൂടി തന്നെയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും രാവിലെ 10:00 ഏപ്രിൽ മാസത്തെ HSBC മാനുഫാക്ചറിംഗ് ഫൈനൽ PMI ഡേറ്റയുടെ റിലീസ് നടക്കാനുണ്ട്. അതേസമയം ഇന്ന് പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളൊന്നും തന്നെ നിലനിൽക്കുന്നതുമില്ല. അവസാന ട്രേഡിംഗ് സെഷൻ ആയിരുന്ന കഴിഞ്ഞ വ്യാഴാഴ്ച FMCG, ബാങ്കിംഗ്, ഓട്ടോ തുടങ്ങിയ മേഖലകളിൽ അനുഭവപ്പെട്ട ശക്തമായ സെല്ലിംഗ് പ്രഷറിന്റെ ഫലമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നെങ്കിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 847.86 കോടി രൂപയ്ക്ക് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ സെല്ലിംഗ് വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 3,487.1 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടർന്നു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. വെള്ളിയാഴ്ച US മാർക്കറ്റിൽ ബെറ്റർ ആയിട്ട് വന്ന ക്വാർട്ടർലി ഏർണിംഗ്സിന്റെ ഫലമായിട്ടും എണ്ണയുടെ വിലയിലുണ്ടായ ഗണ്യമായ ഇടിവിനെയും തുടർന്ന് S&P 500നും നാസ്ഡാക്കിനും ഫ്രഷ് റെക്കോർഡ് ഹൈകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ശക്തമായ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. തൽഫലമായി അവസാന 6 ആഴ്ചയിൽ തുടർച്ചയായി US മാർക്കറ്റുകൾക്ക് വീക്ക്ലി ബേസിസിൽ നേട്ടം തുടരുവാനുമായി. ഇതിനെ തുടർന്ന് ഒക്ടോബർ 2024 ശേഷം ഇതാദ്യമായിട്ടാണ് US മാർക്കറ്റുകൾക്ക് തുടർച്ചയായി വീക്ക്ലി ബേസിസിൽ ഇത്രയും വലിയൊരു ദൈർഘ്യമേറിയ നേട്ടം തുടരാനായതും. തൽഫലമായി S&P 500ന് 0.5%, നാസ്ഡാക്കിന് 0.25% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. നിലവിൽ US ഡോ ജോൺസ് ഫ്യൂച്ചറും നേട്ടത്തിൽ തന്നെയാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് നേരിയ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ഫ്രാൻസ് മാർക്കറ്റിന് 0.5%, ജർമ്മൻ മാർക്കറ്റിന് 1.25% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ കൊറിയൻ മാർക്കറ്റ് 2.5% നേട്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം പുനരാരംഭിച്ചിരിക്കുന്നത്. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 0.5%, ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 0.25%, ഗോൾഡിന്റെ വിലയിൽ നേരിയ ഇടിവുമാണ് നിലവിൽ അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വില $107.58 per ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $101.26 per ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഗോൾഡിന്റെ വില $4,609 per ഔൺസ് എന്ന നിലയിലായിട്ടാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. വ്യാഴാഴ്ച
ഇടിവ് നേരിടേണ്ടി വന്നെങ്കിലും നിഫ്റ്റിക്ക് അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിച്ചു തുടരുവാനുമായി, കൂടാതെ RSIക്ക് 50 എന്ന ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാനും സാധിച്ചു. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 24,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുന്നതും. പുട്ട് സൈഡിലേക്കും 24,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 23,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുക. അതേസമയം ബാങ്ക് നിഫ്റ്റിയിൽ അതിന് എല്ലാ കീ മൂവിംഗ് ആവറേജുകളിലുള്ള ഗ്രിപ്പ് നഷ്ടപ്പെട്ടുകൊണ്ട് എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ താഴെയായിട്ടും വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നു. കൂടാതെ RSIയിലും ഇടിവ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 45.54 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 56,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 55,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുക. 56,000 എന്ന സ്ട്രൈക്കിൽ തന്നെയാണ് പുട്ട് സൈഡിലേക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 54,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ ക്വാർട്ടർ ഫോർ കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. എവരിഡേ ഇൻഡസ്ട്രീസ് നെറ്റ് പ്രോഫിറ്റില് 14 മടങ്ങ് വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 10.4 കോടി രൂപയിൽ നിന്നും ഇത്തവണ 142 കോടി രൂപയായിട്ട് റിപ്പോർട്ട് ചെയ്തപ്പോൾ റവന്യൂവിലും 9.4% ഉയർച്ചയും രേഖപ്പെടുത്തി. ഇന്ത്യ മാർട്ട് നെറ്റ് പ്രോഫിറ്റില് 72.2% ഇടിവാണ് രേഖപ്പെടുത്തിയത്. അതേസമയം റവന്യൂവില് 13.9% വർധനവും രേഖപ്പെടുത്തി. വെൽസ്പൺ സ്പെഷ്യാലിറ്റി നെറ്റ് പ്രോഫിറ്റില് 19.6%, റവന്യൂവില് 9.8% വർധനവ് രേഖപ്പെടുത്തി. രാമകൃഷ്ണ ഫോർജിങ്സ് റവന്യൂവില് 28% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ നെറ്റ് പ്രോഫിറ്റില് 72% ഇടിവും രേഖപ്പെടുത്തി. ഇന്ത്യ ഷെൽട്ടർ ഫൈനാൻസ് നെറ്റ് പ്രോഫിറ്റില് 27.2%, ടോട്ടൽ ഇൻകത്തില് 24.7% വർധനവ് രേഖപ്പെടുത്തി. എപ്പിഗ്രാൽ നെറ്റ് പ്രോഫിറ്റില് 6.8% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 17.3% വർധനവും രേഖപ്പെടുത്തി. കൂടാതെ 5 രൂപ പെർ ഷെയർ എന്ന നിലയിൽ ഡിവിഡൻഡും കമ്പനി പ്രഖ്യാപിച്ചു. സ്മാർട്ട് വർക്ക്സ് കോവർക്കിംഗ് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 8.3 കോടി രൂപ നെറ്റ് ലോസിൽ നിന്നും ഇത്തവണ 16.6 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് ആണ് കമ്പനി റിപ്പോർട്ട് ചെയ്തത്. കൂടാതെ റവന്യൂവിലും 45% വർധനവും രേഖപ്പെടുത്തി. ACC പ്രോഫിറ്റില് 68.3% ഇടിവാണ് റിപ്പോർട്ട് ചെയ്തത്. അതേസമയം കമ്പനിയുടെ റവന്യൂവില് 18% വർധനവും രേഖപ്പെടുത്തി. ഇസാഫ് സ്മോൾ ഫൈനാൻസ് ബാങ്ക് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 183.2 കോടി രൂപ നെറ്റ് ലോസ് റിപ്പോർട്ട് ചെയ്ത കമ്പനി ഇത്തവണ 23.5 കോടി രൂപയുടെ പ്രോഫിറ്റ് ആണ് റിപ്പോർട്ട് ചെയ്തതും. കൂടാതെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലും 19.2% വർധനവും രേഖപ്പെടുത്തി. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ പ്രോഫിറ്റില് 29.9% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തില് 17.8% വർധനവും രേഖപ്പെടുത്തി. മാരുതി സുസുക്കി ഇന്ത്യ ഏപ്രിൽ മാസത്തെ ഓട്ടോ സെയിൽസ് ഡാറ്റ കമ്പനി പുറത്തുവിട്ടു. ടോട്ടൽ സെയിൽസില് 33.3% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ ഡൊമസ്റ്റിക് സെയിൽസിലും 34.4%, എക്സ്പോർട്സില് 43.5% വർധനവും രേഖപ്പെടുത്തി. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.